നിങ്ങൾ തുടങ്ങിയ ബിസിനസ് നിങ്ങൾ വിചാരിച്ച വഴിക്കല്ല പോകുന്നെങ്കിൽ എന്തു ചെയ്യും? പരാജയം സമ്മതിച്ച് എല്ലാം നിർത്തിപ്പോകുമോ? അതോ ബുദ്ധിപരമായി ഒന്ന് വഴിമാറി പുതിയ വിജയങ്ങൾ തേടുമോ? അതെ, ഒരു ബിസിനസിന്റെ ഏറ്റവും നിർണായകമായ ഈ തീരുമാനത്തെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് പിവറ്റ്. നമുക്കിതിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ എല്ലാ ബിസിനസ് ചെയ്യുന്നവരും ഇടയ്ക്കിടെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്, അല്ലേ? കാരണം നമ്മൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും പോകുന്ന വഴി തെറ്റാണെങ്കിൽ പിന്നെ ലക്ഷ്യത്തിലെത്തിയിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എപ്പോഴും വലിയ മാറ്റങ്ങളുടെയൊക്കെ തുടക്കം. ഒരു ബിസിനസ് യാത്രയിൽ നമ്മൾ പലപ്പോഴും വഴികൾ പിരിയുന്നവരിടത്തെത്തും. നമ്മൾ തിരഞ്ഞെടുത്ത വഴിയിൽ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒരു മാറ്റം വേണമെന്ന് നമുക്ക് എപ്പോഴാ തോന്നുന്നത്? മിക്കവാറും ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധമായൊരു കാര്യം ചെയ്യണം. നമ്മൾ തുടങ്ങിയപ്പോഴെന്തായിരുന്നു പ്ലാൻ? ഇന്നെവിടെയാണ് നിൽക്കുന്നത്? ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. ആ തിരിച്ചറിവാണ് ശരിയായൊരു തീരുമാനമെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഓർക്കുക, ഇതൊരു പരാജയമല്ല, മറിച്ച് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള നമ്മുടെ കഴിവിന്റെ ഒരു ലക്ഷണമാണ്. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും മാറും. അപ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം മാറാൻ തയ്യാറാകുന്നതാണ് ശരിക്കുമുള്ള ധൈര്യം. ആ ഒരു അംഗീകാരമാണ് പുതിയൊരു യാത്രയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ശരി, അപ്പോൾ നമ്മൾ വഴിമാറാൻ തീരുമാനിച്ചു. പക്ഷേ ഏത് ദിശയിലേക്ക് പോകും? മുന്നിൽ ഒരുപാട് വഴികളുണ്ടാകാം. അവയിൽ നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ചേർന്ന പുതിയൊരു ലക്ഷ്യസ്ഥാനം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. അപ്പോൾ ഒരു ബിസിനസ് പിവറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതല്ല. നേരെ മറിച്ച് മാർക്കറ്റിലെ യാഥാർത്ഥ്യങ്ങളെ ശരിക്കും പഠിച്ച് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി വളരെ തന്ത്രപരമായി എടുക്കുന്ന ഒരു ദിശാമാറ്റമാണത്. ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിലായിരിക്കാം മാറ്റം വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ മാറിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന രീതിയിലോ ഉപയോഗിക്കുന്ന ടെക്നോളജിയിലോ ആകാം ആ മാറ്റം വേണ്ടിവരുന്നത്. ഇതിലേതാണ് നമ്മുടെ പ്രശ്നത്തിനുള്ള ശരിയായ പരിഹാരമെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മാപ്പ്. കണ്ടില്ലേ? ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കിയാൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് നല്ല വ്യക്തത വരും. നമ്മൾ ഏത് ഏരിയയിലാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് ആ തീരുമാനം എടുത്തത്, പിന്നെ അതിൽ നിന്ന് എന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുമ്പോൾ നമ്മുടെ പുതിയ യാത്രയുടെ ഒരു ബ്ലൂ പ്രിന്റ് റെഡിയായി എന്ന് പറയാം. ഒരു പുതിയ വഴി കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ആ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു കൃത്യമായ പ്ലാൻ കൂടി വേണ്ടേ? നമ്മുടെ അടുത്ത തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? അതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? അതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതു വലിയ മാറ്റവും ഒറ്റയടിക്ക് നടപ്പിലാക്കുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ യാത്രയെ പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം. 1-ാം ഘട്ടത്തിൽ ടീമിനെ ഒരുമിപ്പിക്കുന്നു, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു. 2-ാം ഘട്ടത്തിൽ ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ്, അതായത് MVP, ഉപയോഗിച്ച് മാർക്കറ്റിലൊരു ചെറിയ പരീക്ഷണം നടത്തുന്നു. അത് വിജയിച്ചാൽ മാത്രം 3-ാം ഘട്ടത്തിൽ പൂർണ്ണമായി ആ മാറ്റം നടപ്പിലാക്കുന്നു. ഇതാണ് എപ്പോഴും സേഫായ രീതി. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ബാഗിൽ വേണ്ടതെല്ലാം എടുക്കില്ലേ? അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് യാത്രയും. നമുക്ക് ആവശ്യത്തിന് പണം വേണം, ശരിയായ കഴിവുകളുള്ള ആളുകൾ വേണം, ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ടെക്നോളജി വേണം, പിന്നെ വഴിയിൽ നമ്മളെ സഹായിക്കാൻ നല്ല പാർട്ട്ണർമാരും വേണം. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പോലും യാത്ര പാതി വഴിയിൽ നിന്ന് പോയേക്കാം. ഏത് പുതിയ വഴിയിലും നല്ല കാഴ്ചകളുമുണ്ടാകും, ചില അപകടങ്ങളുമുണ്ടാകും. ബുദ്ധിയുള്ളൊരു യാത്രക്കാരൻ രണ്ടിനും തയ്യാറെടുക്കും. ഈ മാറ്റം കൊണ്ട് നമുക്ക് എന്ത് നേട്ടങ്ങളുണ്ടാക്കാം, എന്തൊക്കെ വെല്ലുവിളികൾ വരാം, ആ വെല്ലുവിളികളെ എങ്ങനെ മുൻകൂട്ടി കണ്ട് നേരിടാം. ഈ പ്ലാനിംഗ് നമ്മുടെ വിജയസാധ്യത ഒരുപാട് വർദ്ധിപ്പിക്കും. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ യാത്ര നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒരു ബസ്സിലെ യാത്രക്കാരെ പോലെ നമ്മുടെ ടീം, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരേ ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാക്കണം. കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ എല്ലാവരെയും ഈ പുതിയ യാത്രയിൽ നമ്മുടെ കൂടെ കൂട്ടണം. അപ്പോൾ യാത്ര തുടങ്ങി വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണോ? ഇടയ്ക്ക് വഴി തെറ്റുന്നുണ്ടോ? അത് മനസ്സിലാക്കാനാണ് നമുക്കൊരു കോമ്പസ്, അതായത് കൃത്യമായ അളവുകോലുകൾ വേണ്ടത്. നമ്മുടെ കോമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സൂചിക ചിലപ്പോൾ ഒരു സംഖ്യയായിരിക്കും. ഉദാഹരണത്തിന്, വരുമാനത്തിൽ 25% വളർച്ച. ഇതുപോലുള്ള ക്ലിയറായ ടാർഗറ്റുകൾ നമ്മുടെ തീരുമാനങ്ങൾക്ക് ഒരു ദിശാബോധം തരും. ഓരോ ദിവസവും നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ അതോ അകലുകയാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. വരുമാനം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കൂടെ എത്ര കസ്റ്റമേഴ്സ് ഈ പുതിയ യാത്രയിൽ തുടരുന്നു എന്നതും വളരെ പ്രധാനമാണ്. 85% റീറ്റൻഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് വെറുമൊരു സംഖ്യയല്ല, നമ്മൾ തിരഞ്ഞെടുത്ത പുതിയ വഴി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായൊരു തെളിവാണത്. ഒരു കാറിന്റെ ഡാഷ്ബോർഡിലെ സ്പീഡ് മാത്രമല്ലല്ലോ, ഫ്യൂവലും എൻജിൻ ടെമ്പറേച്ചറും ഒക്കെ കാണിക്കില്ലേ?
അതുപോലെ ബിസിനസ് യാത്രയുടെ പുരോഗതി അറിയാൻ പല സൂചകങ്ങൾ ഒരേ സമയം നോക്കണം. ഒരു കസ്റ്റമറെ കിട്ടാൻ എത്ര ചെലവാകുന്നു, മാർക്കറ്റിൽ നമുക്ക് എന്ത് സ്ഥാനമുണ്ട്, നമ്മുടെ കാര്യക്ഷമത എത്രത്തോളമുണ്ട്, ഇതെല്ലാം ചേർന്നാണ് ഒരു കംപ്ലീറ്റ് പിക്ചർ തരുന്നത്. ഇതൊരിക്കലും ഒരു വൺ ടൈം കാര്യമല്ല കേട്ടോ. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും ടീമിൽ നിന്നും ഡേറ്റ എടുക്കുന്നു, അത് അനലൈസ് ചെയ്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു, എന്നിട്ടോ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വഴിതെറ്റാതെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഈ കഠിനമായ യാത്രയുടെ അവസാനം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? ശരിയായ ഒരു പിവട്ട് നടത്തിയ ബിസിനസ് എവിടെയാണ് എത്തിച്ചേരുന്നത്? ആ പുതിയ ചക്രവാളത്തിലേക്ക്, അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കും അതിനപ്പുറത്തേക്കും ഒന്ന് നോക്കാം. വിജയകരമായ ഒരു പിവട്ടിന് ശേഷം നമ്മുടെ ബിസിനസ് പഴയതുപോലെയായിരിക്കില്ല. അത് പുതിയ മാർക്കറ്റുകളിലേക്ക് വളരും. സ്വന്തം ഫീൽഡിൽ ഒരു പുതിയ ലീഡറായി മാറും. ഏതു മാറ്റത്തെയും ധൈര്യമായി നേരിടാൻ പറ്റുന്നൊരു കൾച്ചർ അവിടെയുണ്ടാകും. ഏറ്റവും പ്രധാനമായി കമ്പനിയുടെ പുതിയ വിഷനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി തന്നെ രൂപപ്പെടും. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ബിസിനസിന്റെ വഴിയിലൊരു തടസ്സം കാണുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക: ഞാൻ തിരഞ്ഞെടുക്കുന്ന ഈ പുതിയ ദിശ പുതിയ ആശയങ്ങളെയും പ്രായോഗികതയെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നുണ്ടോ? കാരണം ആ സന്തുലിതാവസ്ഥയിലാണ് ദീർഘകാല വിജയത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത തന്ത്രപരമായ നീക്കത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.